ശബരിമല തീർത്ഥാടകർക്ക് നിലയ്ക്കലിൽ ദുരിതം. ശുചിമുറികളിൽ ടാപ്പുകളില്ല. ബക്കറ്റിൽ വെള്ളമെടുത്ത് പ്രാഥമിക കൃത്യങ്ങൾ നടത്തേണ്ട ഗതികേടിലാണ് ഭക്തർ. പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെളിയും പൂണ്ടിട്ടുണ്ട്. നിലയ്ക്കലിലെ ശൗചാലയങ്ങളിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഒന്നിലും ടാപ്പുകളില്ല. ടാങ്കിൽ വെള്ളം വെച്ചിട്ടുണ്ട്. സമീപത്ത് ബക്കറ്റുകളും. ഭക്തർ ടാങ്കിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം എടുക്കണം. ബക്കറ്റും വെള്ളവുമായി ശുചിമുറിയിലേക്ക് പോകണം. കൂടുതൽ വെള്ളം ആവശ്യമെങ്കിൽ വീണ്ടും തിരികെ ഇറങ്ങി വന്ന് ബക്കറ്റിൽ വെള്ളവുമായി വീണ്ടും ശുചിമുറിയിലേക്ക്. ഉപയോഗത്തിന് പണവും വാങ്ങുന്നുണ്ട്. ഗതികേട് തന്നെയെന്ന് ഭക്തർ പറയുന്നു. ശുചിമുറികൾ വൃത്തിഹീനമെന്നും ഭക്തരുടെ പരാതി. ടാപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ശുചിമുറി നമ്മൾ വൃത്തിയാക്കണം. അതിന് കുറ്റിയും കുളത്ത് കുറയണത്തിന് ഇല്ല. നമ്മൾ ഒരെണ്ണം ഒഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ അതിന് കുറ്റിയും കുളത്തിനുണ്ടാവില്ല. നമ്മൾ വേറെ നമ്മൾ അതുപോലെ ഒഴിച്ചിട്ട് വേണം നമ്മൾ അതിൽ പോകാനായിട്ട്. അതിന് അവന് 30 രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ട്. നിലയ്ക്കലിലെ പ്രശ്നങ്ങൾ ഒടുങ്ങുന്നില്ല. ഇനി പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. ഇന്നലെ പെയ്ത മഴയോടെ ഗ്രൗണ്ട് ചെളിക്കുളമായി. വാഹനങ്ങൾ ചെളിയിൽ പുതഞ്ഞു. ചിലയിടത്തൊക്കെ അറ്റകുറ്റപ്പണികളുടെ മെറ്റലുകൾ ചിതറിക്കിടക്കുന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഭക്തർക്ക് സഞ്ചരിക്കാനും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ റോഡ് മൊത്തം ചെളിയായിട്ട് തന്നെ കിടക്കണേ. ആ മെയിൻ റോഡ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ പമ്പയിലൊക്കെ ആണെങ്കിൽ വണ്ടികൾ വേണ്ടി പമ്പയെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അവർ KSRTC രക്ഷിക്കാൻ സർവീസ് നടത്താൻ വേണ്ടിയിട്ട് വണ്ടിയെല്ലാം തിരിച്ചിവിടെ നിലയ്ക്കൽ തന്നെ വിടുന്നത്. ശരിക്കും പമ്പയെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ആളെ വേണമെങ്കിൽ വരാം, ചെറിയ വണ്ടിയൊക്കെ. അതുപോലെ അവർ സമ്മതിക്കുന്നില്ല. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയെന്നാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും അവകാശവാദം. ഒരുക്കങ്ങൾ ഈ കണക്കിനെങ്കിൽ ഈ മണ്ഡലകാലത്തും ഭക്തർക്ക് പറയേണ്ടി വരും കഠിനമെന്റെ അയ്യപ്പ. ജനം, പത്തനംതിട്ട.